ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ? ഓക്കെ, പറയാം. വൈ നോട്ട്? ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പും കമ്മിറ്റ്മെന്റും എല്ലാം ഓർത്തിട്ട് വന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അധികം ചെയ്യുന്നത് അല്ലേ? എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കോംപ്രമൈസ് ആണോ വേണ്ടേ? നമുക്ക് കോംപ്രമൈസ് ആണോ? സംസാരിച്ച് എല്ലാം പറഞ്ഞു തീർക്കാം. പക്ഷേ നിനക്കൊക്കെ നിന്റെ കൂട്ടത്തിലുള്ളവന്മാരെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടോ? നിന്റെ കൂട്ടത്തിലുള്ളവന്മാരെ അവന്മാരുടെ നാക്കിനെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടോ? കാരണം ഞാൻ ആ കഴിവ് കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കഴിവില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. കൊട്ടയ്ക്കും കഴിവില്ല, കൊട്ടയുടെ കൂട്ടർക്കും കഴിവില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഒരുത്തം പറയുന്നുണ്ടായിരുന്നല്ലോ, നാക്കിനെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടോ? കാരണം ഞാൻ ആ കഴിവ് കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കഴിവില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. കൊട്ടയ്ക്കും കഴിവില്ല, കൊട്ടയുടെ കൂട്ടർക്കും കഴിവില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഒരുത്തം പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത് ഇതിങ്ങനെ സംഭവിക്കുന്ന ഉടനെ തന്നെ ഗ്രൂപ്പിൽ വന്ന് പറയും അങ്ങനെ ചെയ്തതാണ്. എടാ, ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവാത്തവനെയൊക്കെ എന്താണ് ഒരു വട്ടം പറഞ്ഞു ചെയ്തെന്ന് വീണ്ടും അതല്ല അവർ ചെയ്തോണ്ടിരിക്കുന്നത്. ആരും നിർത്തുന്നുണ്ടോ? ഒരുത്തരുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവത്തില്ല. ബാക്കിയുള്ളവർ പൊട്ടന്മാരാണ്. എങ്ങനെ ഇവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയത്തിലാണ് വിചാരിച്ചേക്കുന്നത്. ബാക്കിയുള്ളവരുടെ പൊട്ടന്മാരോ? ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിച്ച് കോംപ്രമൈസ് ഒക്കെ ഒരു പ്രശ്നമില്ല. ഞാൻ പറയാം, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ ഡിസ്കോഡ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിച്ച് തീർക്കാം. പക്ഷേ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഓപ്പൺ ചലഞ്ചോട് ചോദിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ KVL ഈ ഒരു സംഭവം ഞങ്ങൾ നിർത്തണം പറഞ്ഞ് കോംപ്രമൈസ്. ഇതിനുള്ള റിപ്ലൈ ഞാൻ പറയാം. നിങ്ങൾ ചില്ലായിട്ട് കേട്ടോ. ഇതിനുള്ള റിപ്ലൈ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് KVL vs TVA ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് സുമതി അമ്മായി എന്ന് KVL ജോയിൻ ചെയ്തോ, KVL എന്ന് ജോയിൻ ചെയ്തോ, അന്ന് തൊട്ട് ഇന്ന് വരെ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് കല്യാണം മുടക്കും ആൻഡ് ATXന്റെ അല്ല ടെക്സാസിന്റെ കണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ പോകുന്നു, TGAക്ക് കണ്ടന്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു, TGAയുടെ പുതിയ കണ്ടന്റ് എഡിറ്റ് ചെയ്തത് സുമതി അമ്മായിയാണ്, ടെക്സാസിന്റെ കണ്ടന്റ് എഡിറ്റ് ചെയ്തത് സുമതി അമ്മായിയാണ്. ഇതൊക്കെ എന്താ പുള്ളി നിർത്താത്ത? ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹൈറാർക്കിയും ബഹുമാനവും ഉള്ള ഒരാളാണെന്നെങ്കിൽ വൈ ഹി കാൺ സ്റ്റോപ്പ് ദാറ്റ് സുമതി അമ്മായി? അതാണ് എന്റെ ചോദ്യം. സുമതി അമ്മായിയോട് ബ്രാവോ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്യരുത്. ഞാൻ തിരിച്ച് നിന്നെ അങ്ങനെ വിളിക്കുന്നില്ല കേട്ടോ. നീ ലൈവ് ഇട്ട് ഇങ്ങനെ കൊട്ടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ തിരിച്ച് BP എന്ന് വിളിക്കുന്നില്ല. കാരണം അങ്ങനെ ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആദ്യം വിചാരിച്ച ഞാൻ ഇന്ന് ലൈവ് വന്ന് നിന്നെ അങ്ങനെ തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ വേണ്ട, ഇനി യഥാർത്ഥത്തിൽ നിനക്ക് BP ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ മറ്റേ ഇത് വെച്ച് കളിയാക്കണത് പോലെ ഇപ്പോൾ അങ്ങനെ എനിക്ക് അത് കൺവേർട്ടാക്കി. നമ്മള് മറ്റേ APA BP നാട്ടുകാർ അങ്ങനെ വിളിക്കുന്നത്. ഇവരോട് ചോദിക്കുമ്പോ പരുന്ത് കാക്കയാക്കിയതുപോലെ AP BP ആക്കിയെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകത്തില്ല. നേരെ പുള്ളി കൺവേർട്ട് ചെയ്ത് മറ്റേ ഇതാക്കി. അല്ല, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്തുകൊണ്ട് സുമതി അമ്മായിയെ പുള്ളിക്കാരന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് എന്റെ ചോദ്യം. ഇതുപോലത്തെ ആൾക്കാരെ എന്തുകൊണ്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാത്ത എന്താ? ആൻഡ് സുമതി അമ്മായി കുറെ നാളുകൾക്ക് മുമ്പ് ഫാൽക്കന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അവന്റെ അച്ഛന്റെ പേര് വിളിച്ചാൽ അവൻ ട്രിഗേർഡ് ആവും. എടാ, ആദ്യം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും കൂടെ നന്നാക്ക്. നമ്മൾ TG ആയിട്ട് സിറ്റുവേഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് സുമതി അമ്മായി എന്നുള്ള പേര് ഡ്രാഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പൊതുപോലെ കണ്ടന്റ് എടുത്ത് കൊടുക്കാൻ, ഇങ്ങനെ നമ്മളെ അടിച്ചിടുന്നവരെയൊക്കെ നക്കി കൊടുക്കാൻ വേണ്ടി നടക്കുന്നത് കൊണ്ടാണ്. ബ്രോ, നിങ്ങളുടെ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നില്ല. എനിക്ക് ഒരു കോംപ്രമൈസും വേണ്ട, ഒന്നും വേണ്ട. ഇന്നലെ നമ്മൾ മര്യാദയ്ക്ക് വിളിച്ച് സംസാരിച്ചപ്പോ നിനക്കൊന്നും പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? പിന്നെ ബ്രാവ് പറഞ്ഞൊരു കാര്യം, പുള്ളിക്കാരന്റെ വൈഫിനെയും കൊച്ചിനെയും പറയുന്നെന്ന്. എന്നുവെച്ചാല് പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫാൻസുകാര് വന്നിട്ട് പറയുന്നത് നമ്മുടെ തലയിലോട്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ പറയാനുണ്ട്? വൈഫിനെയും കൊച്ചിനെയും ഒരിക്കലും അല്ല, അതല്ല. നമ്മള് TVയോ അല്ലെങ്കിൽ TVയുടെ മെമ്പേഴ്സോ ഒരാൾ പോലും പുള്ളിക്കാരന്റെ വൈഫിനെ കൊച്ചിനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ ചാറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലാവില്ലല്ലോ. 12,000 പേര് പറഞ്ഞില്ല, 11,000 പേര് നമ്മുടെ ലൈവ് ഡെയിലി കാണുന്നവരുണ്ട്. അവർക്കറിയാലോ. ഞങ്ങൾ എപ്പോഴെങ്കിലും ഈ പറയുന്നത് പോലെ ഇവരുടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സിന്റെ പേര് വിളിച്ചോ എന്തെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. ടു ബി ഓണസ്റ്റ്, നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അവിടെയും പറയാം ഇവിടെയും പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നവും ഞാൻ അതുവരെ ചെയ്തിട്ടില്ല. അപ്പാപ്പന്റെ കൺവേർട്ടിങ്ങിന്റെ അത്രയും വരത്തില്ല. എന്നിട്ട് പുള്ളി അങ്ങ് കൺവേർട്ടിങ് എന്നൊരു പേരിടും. അപ്പോഴത്തേക്കും പിന്നെ ആരും ഒന്നും പറയൂല, മനസ്സിലായ? എന്നിട്ട് അപ്പാപ്പന്റെ ഗ്യാങ്ങിലെ KVL ഒരു മെമ്പറിന്റെ ഡിസ്കോഡിൽ ഇട്ടേക്കുന്ന പേര് ദിനേശൻ .txt.
അതെ അതെ. കഴിഞ്ഞ ദിവസം ഇരുന്ന് അപരാധിച്ചോണ്ടിരുന്നപ്പം പുള്ളിയുടെ ഡിസ്കോഡിലെ പേര് ദിനേശ് എന്ന്. അതുപോലെ ഗൈസ് SNG ഒക്കെ കളിക്കുമ്പോ KVA God എന്ന് പറഞ്ഞത് നേരത്തെ. കോസ്മിക് അത് ഇവൻ തന്നെ, അത് KVയിലുള്ളവനാണ്. മിസ്റ്റർ KKB പയ്യന്മാര് നമ്മളവിടെ കളിക്കുമ്പോ എന്റെ അച്ഛന്റെ പേരാണ് സ്റ്റീമിലെ നെയിം ഇടുന്നത്. ഇതിനൊന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. ഇതൊന്നും ഇവർക്ക് ഇവരിങ്ങനെ പറയണം, നമ്മൾ ചെയ്യണത് മാത്രം മിസ്റ്റേക്ക്. എന്ത് പറയാനാണ്. അവന്മാരും കിക്കില് ലൈവ് ഇല്ലാഞ്ഞിട്ടും കഷ്ടപ്പെട്ട് കിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വന്ന് നമ്മുടെ ലൈവ് ഫുള്ള് കാണുന്ന അവന്റെ മനസ്സാരും കാണാതെ പോകരുത്. മൈരിലാഗ് മൈര ബഗ് ഇവൻ ഇത് തന്നെ പണിയെന്ന്. സത്യയുടെ കോൾമി വൈപ്പർ ബ്രോ, താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് മൈ ഇൻകം. ആൻഡ് കോൾമി വൈപ്പർ ഒക്കെ എപ്പോഴും ഇപ്പൊ എന്റെ ലൈവിൽ ഉണ്ടായിരിക്കും. ഹായ് കോൾമി വൈപ്പർ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ബ്രോ, ഇത്രയും ഇവിടെ ഇരിക്കുന്ന ടൈമില് പുള്ളിയുടെ ഒക്കെ ലൈവിൽ പോയിരുന്ന അവർക്ക് അറ്റ്ലീസ്റ്റ് വാച്ച് ഹവേഴ്സ് എങ്കിലും കൂടത്തില്ലേ? ഇവന്മാര് എന്താ ഇത്രയൊക്കെ പേഴ്സണലായി എടുക്കുന്ന RP കൻ്റെ കൂടെ? ക്രൈ ഹാർട്ട് TV പിക്ചേഴ്സ് അടി കൊണ്ട് തൂറിയിട്ട് കൊണ മൈരന്മാരുടെ തന്തയില്ലായ്മ അല്ല ഇത് തന്തയുടെ എണ്ണം കൂടിപ്പോയതിന്റെ കുഴപ്പമാണോ നിനക്കൊക്കെ മൈരോളെ? പോടാ സ്പീഡ് മൈര്. ഡെവിൻ റാംബോ അവന്റെ DP ആണോ അത്? അല്ലല്ലേ. ഇതൊക്കെ എന്തോ ഇതാരാന്നറിയോ? ആരാ? ജോജി F8 ഗിറ്റാ. നീ ഇവിടെ ഉണ്ടോ ഇപ്പോഴും? നീ ജീവിച്ചിരിപ്പുണ്ടോടാ? നീ ചത്തുപോയി എന്നാ ഞാൻ വിചാരിച്ചത്. എടാ ജോജി വരണേടാ, നമ്മൾ എത്ര നാളായല്ലേ കണ്ടിട്ട്. അയ്യോ എടാ വരണേ, വല്ലപ്പോഴൊക്കെ സിറ്റിയിൽ വരണം. ഓപ്പോസിറ്റ് ഗ്യാങ്ങിലാണെങ്കിലും വരണം, നമുക്ക് കാണാം. എടാ എന്റെ മോനെന്നായിരുന്നു അവനെ സിറ്റിയിൽ അറിയപ്പെട്ടോണ്ടിരുന്നേ. സത്യം പറഞ്ഞാ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല? എനിക്കറിവുണ്ട് പണ്ട്